എല്ലാ മ്യൂച്വൽ ഫണ്ട് ഹോൾഡേഴ്സും വളരെയധികം പാനിക്കായിട്ട് നിൽക്കുകയാണ്. എസ്പെഷ്യലി ലാസ്റ്റ് 1 ഇയർ ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തവർ. ഇവർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൽ 10-20% നിയർ ഡൗണിലായിരിക്കും ഇപ്പോൾ നിൽക്കുന്നത്. ഇനി എന്ത് ചെയ്യണം എന്ന് അറിയാതെ നിൽക്കുന്ന ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഹലോ എവരിവൺ, മൈ നെയിം ഈസ് മുബഷിർ. വെൽക്കം ടു മുബു മെട്രിക്സ്. ഇപ്പോൾ പാനിക്കായിട്ട് നിൽക്കാൻ കാരണം അവർക്ക് മാർക്കറ്റിൻ്റെ ഹിസ്റ്ററി അറിയാത്തത് കൊണ്ടാണ്. അവർ ചെക്ക് ചെയ്തിട്ടുണ്ടാവുക ലാസ്റ്റ് ഒരു 3 to 4 ഇയേഴ്സിൻ്റെ മാർക്കറ്റ് ഹിസ്റ്ററി മാത്രമായിട്ടും ചെക്ക് ചെയ്തിട്ടായിരിക്കും അവർ ഇൻവെസ്റ്റിങ് തുടങ്ങിയിട്ടുണ്ടാവുക. കാരണം അവർ മ്യൂച്വൽ ഫണ്ടിൽ നോക്കുമ്പോൾ ഹൈ റിട്ടേൺസ് ലാസ്റ്റ് 3 to 4 ഇയേഴ്സൊക്കെ നല്ല ഹൈ റിട്ടേൺസ് കണ്ടിട്ടായിട്ടും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇവരൊരിക്കലും ലാസ്റ്റ് ഒരു 20 ഇയേഴ്സിൻ്റെ 30 ഇയേഴ്സിൻ്റെ ഒന്നും ഹിസ്റ്ററി ചെക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് അവർ ഇത്രയും അധികം പാനിക്കായിട്ട് നിൽക്കാൻ കാരണം. നമുക്ക് മാർക്കറ്റിൻ്റെ ലാസ്റ്റ് 35 ഇയേഴ്സിൻ്റെ ഹിസ്റ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് തീരുമാനിക്കാൻ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇനി മുതൽ ഇൻവെസ്റ്റ് ചെയ്യണമോ അതോ സ്റ്റോപ്പ് ചെയ്യണമോ. സോ നമുക്ക് ചാർട്ട് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. സോ ഇത് നിഫ്റ്റി 50 എന്ന് പറഞ്ഞാൽ ഇൻഡെക്സിൻ്റെ ചാർട്ടാണ്. ഇത് നിഫ്റ്റി 50 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലുള്ള ടോപ്പ് 50 കമ്പനീസിൻ്റെ ഒരു ആവറേജ് വാല്യൂ വെച്ചിട്ട് മേക്ക് ചെയ്യുന്ന ഒരു ചാർട്ടാണ് നിഫ്റ്റി 50. ഇതാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഇൻഡെക്സ് എന്ന് പറഞ്ഞത്. ലാസ്റ്റ് 35 ഇയേഴ്സിൻ്റെ മാർക്കറ്റ് മൂവ്മെൻറ്റ്സ് ആണ് നിങ്ങൾ ഈ ചാർട്ടിൽ കാണുന്നത്. ഇനി നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 22,929 എന്ന പോയിന്റിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. ഈ ലാസ്റ്റ് 35 ഇയേഴ്സിൻ്റെ ഡാറ്റയാണിത്. ഇത് നോക്കിയാൽ മനസ്സിലാവും ഒരുപാട് ക്രാഷസ് ഇതിൻ്റെ ഇടയിൽ കാണാം ലാസ്റ്റ് 35 ഇയേഴ്സിൻ്റെ. ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നതും നിങ്ങൾക്ക് കാണാം. സോ നമുക്ക് ജസ്റ്റ് ഇതിൽ ഒന്ന് ഡാറ്റാസ് ഒന്ന് മാർക്ക് ചെയ്യാം. നിങ്ങൾക്ക് കാണാം ഇന്ത്യയിൽ നടന്ന ടോപ്പ് 5 മേജർ കറക്ഷൻസ് ആണ് ഇത്. ഇനി നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് നോക്കാം ഓരോ കറക്ഷൻസും. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് കറക്ഷൻ എന്ന് പറഞ്ഞത് 1992 അർഷദ് മേത്ത സ്കാം എന്ന് പറഞ്ഞാൽ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പൊതുവേ മാർക്കറ്റിലുള്ളവർക്കൊക്കെ അറിയാം. അർഷദ് മേത്ത സ്കാമിൻ്റെ അന്ന് 1992 മാർക്കറ്റ് ഓൾ ടൈം ഹൈ എന്ന് പറഞ്ഞാൽ നിഫ്റ്റി 50ൻ്റെ ഓൾ ടൈം ഹൈ എന്ന് പറഞ്ഞാൽ 1280. അതിൽ നിന്ന് ഏകദേശം 53% ആണ് മാർക്കറ്റ് ക്രാഷ് ആയത്. 53% മാർക്കറ്റ് ക്രാഷ് ആയിട്ട് ഏകദേശം ലോ 599 വരെയാണ് മാർക്കറ്റ് വന്നത്. ഇപ്പോൾ നിഫ്റ്റി എവിടെ നിൽക്കണമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, 22,000-ലാണ്. ഇനി അത് നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിക്കോട്ടെ. ഇനി നെക്സ്റ്റ് കറക്ഷൻസ് നമുക്ക് നോക്കാം. 53%-ലാണ് 1992-ലാണ് ഫസ്റ്റ് കറക്ഷൻ നടന്നത്. ഇതിൽ മേജർ കറക്ഷൻസ് മാത്രമേ മാർക്ക് ചെയ്തിട്ടുള്ളൂ ഞാൻ. പിന്നെ നെക്സ്റ്റ് മേജർ കറക്ഷൻ വന്നിരിക്കുന്നത് 2000-ലാണ് മേജർ കറക്ഷൻ വന്നത്. അതായത് .com ബബിൾ എന്നാണ് അതിന് പറയാം. ആ .com ബബിളിൽ നമുക്ക് മാർക്കറ്റ് ക്രാഷ് ആയത് 53.25% ആണ് മാർക്കറ്റ് ഓൾ ടൈം ഹൈന്ന് ക്രാഷ് ചെയ്തത്. ഓൾ ടൈം ഹൈ എന്ന് പറഞ്ഞാൽ അന്ന് 1818 ലോ വരെ വന്നത് 849 വരെ വന്നത്. നെക്സ്റ്റ് ക്രാഷ് വരുന്നത് നമുക്ക് 2008-ലാണ് നെക്സ്റ്റ് ക്രാഷ് വരുന്നത്. ദ ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ്. മാർക്കറ്റിൽ ഫുൾ ഗ്ലോബൽ ഫിനാൻഷ്യലായിട്ട് ഒരു ക്രൈസിസ് വന്നപ്പോഴാണ് അടുത്ത ഒരു മാർക്കറ്റ് ക്രാഷ് വരുന്നത്. അത് വരുന്നത് 2008-ലാണ്. ഏകദേശം 64.56% അന്ന് ഓൾ ടൈം ഹൈ എന്ന് മാർക്കറ്റ് വീണത്. ഓൾ ടൈം ഹൈ അന്ന് എത്രയെന്ന് വെച്ചാൽ 6357. അത് എവിടെ വരെ വീണെന്ന് വെച്ചാൽ 2252 വരെ. ഏകദേശം വലിയൊരു കറക്ഷനായിരുന്നു. 64% എന്ന് വെച്ചാൽ വലിയൊരു കറക്ഷനായിരുന്നു അന്ന് വീണത്. അതിൻ്റെ ശേഷം പിന്നെ ഒരു കറക്ഷൻ വരുന്നത് നമുക്ക് 2015-ലാണ് അടുത്തൊരു മേജറായിട്ടുള്ള കറക്ഷൻ വരുന്നത്. UN ഡെവാലുവേഷൻ ബേസ് ചെയ്തിട്ടായിരുന്നു. അത് ഏകദേശം 25% ആണ് അന്ന് മാർക്കറ്റ് ക്രാഷ് ആയത്. പിന്നെ വരുന്ന നെക്സ്റ്റ് ക്രൈസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2020-ലാണ് നെക്സ്റ്റ് മാർക്കറ്റ് ക്രാഷ് വരുന്നത്. നിങ്ങൾക്ക് പൊതുവേ എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാവും. COVID-19 കാരണം വന്ന ഫോൾ ആയിരുന്നു 2021. അന്ന് മാർക്കറ്റ് വീണത് ഏകദേശം 39% അന്ന് ഓൾ ടൈം ഹൈ എന്ന് മാർക്കറ്റ് വീണത്. അന്ന് ഓൾ ടൈം ഹൈ ഉണ്ടായിരുന്നു നോക്കിയാണ് 12,430-ലാണ്. അന്ന് എവിടെ വരെ വീണെന്ന് വെച്ചാൽ ഏകദേശം 7,511 വരെ മാർക്കറ്റ് വീണു. അതിന് ശേഷം മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് അപ്സൈഡ് മൂവ് ആണ് ചെയ്തത്. ഏകദേശം 7511 ഇപ്പം മാർക്കറ്റ് നിൽക്കുന്നത് 22,929 എന്ന് പറഞ്ഞ പോയിന്റിലാണ്.
സോ നിങ്ങൾക്ക് ലാസ്റ്റ് 35 ഇയേഴ്സിൻ്റെ ഡാറ്റ നോക്കിയാൽ കാണാൻ പറ്റും മേജർ 5 ക്രൈസിസ് മാർക്കറ്റിൽ വന്നിട്ടും മാർക്കറ്റ് അത്രയും ഫോളോ ചെയ്തിട്ടും അതേമാതിരിക്ക് ലോങ്ങർ റണ്ണിൽ തിരിച്ച് കയറുക തന്നെ ഉണ്ടായത്. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ലോങ്ങർ ടൈം ഫ്രെയിമിനായിരിക്കണം. ഒരു 1 ഇയർ 2 ഇയറിനെല്ലാം ഇൻവെസ്റ്റ് ചെയ്താൽ ഇതായിരിക്കും അവസ്ഥ. കാരണം മാർക്കറ്റ് എപ്പോഴും ഒരു മാർക്കറ്റ് ഒരിക്കലും ഒരേ ഡയറക്ഷനിക്ക് പോകില്ല. എന്തായാലും അതിനൊരു ഡിപ്പ് വന്നേ മതിയാവുള്ളൂ. ഡിപ്പ് വന്നാലേ ഇപ്പോൾ ഒരേ ഡയറക്ഷനിക്ക് മൂവ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിൻ്റെ മേലെ അത് മൂവ് ചെയ്യാൻ കഴിയില്ല. എപ്പോഴും ഒരു ഡിപ്പ് വന്നാലേ അതിനനുസരിച്ചുള്ള സ്ട്രോങ് ആയിട്ടുള്ള അപ്സൈഡ് റാലി നമുക്ക് കിട്ടുള്ളൂ. അതേമാതിരിക്കുള്ള ഒരു ഡിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എല്ലാ ക്രാഷ് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ കഴിയും 53%, 53, 64%, ഏകദേശം 25-30% മുകളിൽ ഫോളോ ആയതാണ് ഈ ക്രാഷസ് ഒക്കെ നമ്മുടെ മാർക്കറ്റിൽ വന്ന ക്രൈസിസ്. ഇപ്പോൾ മാർക്കറ്റ് ഓൾ ടൈം ഹൈന്ന് എത്ര ഫോളോ ആയിക്കുന്ന നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയാൽ കാണാൻ കഴിയും. ഏകദേശം 13.33% മാത്രമാണ് മാർക്കറ്റ് ഓൾ ടൈം ഹൈ എന്ന് ഫോളോ ആയിക്കുന്നത്. അതും ഒരു ലാസ്റ്റ് 6 മന്തിലാണ് ഫോളോ ആയിക്കുന്നത്. ലാസ്റ്റ് 6 മന്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തവരെ ഒരു പാനിക്കിൽ നിൽക്കുന്നുണ്ടാവുള്ളൂ. കാരണം ലാസ്റ്റ് 6 മന്തിലാണ് ഈ ഒരു ക്രാഷ് വന്നത്. സോ ലാസ്റ്റ് 35 ഇയേഴ്സിൻ്റെ ഡാറ്റ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. സോ ഇതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം എപ്പോഴും ലോങ് ടേമിനായിരിക്കണം ഇൻവെസ്റ്റ് ചെയ്യണം. ഒരിക്കലും ഒരു ഷോർട്ട് ടേം റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ ഇക്വിറ്റിയിലോ ഒന്നിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. സോ എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും പാനിക്കായിട്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ട് സെൽ ഓഫ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ലോങ്ങർ ടൈം ഫ്രെയിം ഒരു 10 to 15 ഇയേഴ്സിനാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതേമാതിരിക്കുള്ള ഓരോ ഫോളും നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഒരിക്കലും മാർക്കറ്റ് ഹൈയിൽ നിൽക്കുമ്പോഴല്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കൂട്ടേണ്ടത്. മാക്സിമം മാർക്കറ്റ് ലോക്ക് വരുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് ബൈ ചെയ്ത് കൂട്ടേണ്ടത്. ബൈ ചെയ്ത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോഴേ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റീസ് നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ആഡ് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം എവരി ഡിപ്പും നമുക്ക് ഓരോ ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് പുതിയ ക്വാണ്ടിറ്റി കൂടുതൽ വാങ്ങാൻ. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ 1 കിലോന് ആപ്പിളിന് ഒരു 100 രൂപ, ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. നമ്മൾ 1 കിലോ ആപ്പിളിന് ഇപ്പോൾ ജസ്റ്റ് ഒരു 100 രൂപയാണ്. ഈ 100 രൂപയിൽ നമ്മൾ ആ ആപ്പിളിന് വില കുറഞ്ഞ് പിറ്റേ ദിവസം അതിന് വില കുറഞ്ഞു ഒരു 50 രൂപയാകുമ്പോൾ നമ്മൾ അപ്പോഴാണ് ആപ്പിൾ ഒന്നും കൂടി കൂടുതൽ വാങ്ങാൻ നോക്കുക. കാരണം കുറച്ചും കൂടി ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടും. അപ്പോൾ അതുപോലെ തന്നെയാണ് മാർക്കറ്റിൽ എപ്പോഴാണോ നമുക്ക് പ്രൈസ് കുറഞ്ഞ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ മാക്സിമം ക്വാണ്ടിറ്റി ആഡ് ചെയ്യാനാണ് നോക്കേണ്ടത്. അപ്പോൾ ചെറിയ പ്രൈസിന് നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി കിട്ടും. നമുക്ക് ലോങ്ങർ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ അത് തിരിച്ചു കയറും. മാർക്കറ്റ് എന്തായാലും തിരിച്ചു കയറും. അപ്പോൾ അതിനുള്ള റിട്ടേണും നമുക്ക് കിട്ടും. ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ട് മീൻസ് അതിൻ്റെ ഫണ്ട് മാനേജറൊക്കെ നോക്കിയിട്ട് നല്ല സ്ട്രോങ് ഫണ്ട് മാനേജറാണ്, ഒരുപാട് കൊല്ലങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ഫണ്ട് മാനേജർ ആണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ലോങ്ങർ റണ്ണിൽ അത് എന്തായാലും തിരിച്ചു കയറി നല്ലൊരു എക്സ്പെക്റ്റഡ് റിട്ടേൺ നിങ്ങൾക്ക് എന്തായാലും അതിന് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന 100% ഉറപ്പാണ്. സോ അത് പക്ഷേ എന്താ നോക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല മെയിൻ സ്ട്രീമിൽ മ്യൂച്വൽ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന മെയിൻ സ്ട്രീമിലുള്ള കമ്പനികളായിരിക്കണം. ഫണ്ടിൽ മെയിനായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഫണ്ട് സെലക്ട് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം സ്ട്രോങ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ മ്യൂച്വൽ ഫണ്ട് ഹോൾഡ് ചെയ്യുക. സെല്ല് ചെയ്ത് പോകേണ്ട ഒരു ആവശ്യവുമില്ല. SIP ആയിട്ടാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം നിങ്ങൾ മന്ത്ലി SIP എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ്. അത് നിങ്ങൾ മന്ത്ലി ആണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എത്ര ഡൗണൊക്കെ പോയാലും നിങ്ങൾക്ക് ഓരോ കുറഞ്ഞ പ്രൈസിൽ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വെറീഡ് ആവേണ്ട. കാരണം SIP ആകുമ്പോൾ ലോങ്ങർ റണ്ണിൽ എന്തായാലും നല്ലൊരു റിട്ടേൺ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയും. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരുപാട് ടേംസും ഒരുപാട് ഡാറ്റാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമായിട്ടുള്ള എന്തെങ്കിലും ഡാറ്റാസ് എന്തെങ്കിലും ടേംസ് നിങ്ങൾക്ക് അതിലുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക. നമുക്കത് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവായ വീഡിയോ ലഭിക്കാൻ വേണ്ടി നമ്മുടെ മുബു മെട്രിക്സ് എന്ന ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് പാനിക്കായിട്ട് നിൽക്കുന്ന ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ വെയിറ്റ് ഫോർ നെക്സ്റ്റ് വീഡിയോ. ബൈ.